നമസ്കാരം, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് 7ാം തരത്തിലെ സാമൂഹ്യ ശാസ്ത്രത്തിലെ യൂണിറ്റ് 6 ആണ്. ഓക്കെ, സാമ്പത്തിക സ്രോതസ്സുകൾ എന്നുള്ള യൂണിറ്റ് ആണ്. കൃത്യമായിട്ട് നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുക. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നിരവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ USS പരിശീലിക്കുക. അപ്പോൾ നമ്മൾ നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നു. ആദ്യത്തെ ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ചു കേൾക്കുക. പ്രാഥമിക മേഖല ഏത് പേരിലും കൂടി അറിയപ്പെടാറുണ്ട്? പ്രാഥമിക മേഖല വേറെ ഒരു പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. ഉത്തരം ഇതാണ്, കാർഷിക മേഖല. ഓക്കെ, 3 മേഖലകൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു പോകുന്നുണ്ട്. അത് നിങ്ങളുടെ മനസ്സിൽ കൃത്യമായിട്ട് ഉറപ്പിച്ചു വെക്കുക. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, വ്യവസായത്തിന് പ്രാധാന്യം നൽകുന്ന മേഖല. ഓക്കെ, കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു പോയതാണ്, അപ്പോൾ നിങ്ങൾക്ക് അത് പറയാൻ സാധിക്കും. വ്യവസായത്തിന് പ്രാധാന്യം നൽകുന്ന മേഖലയാണ് ഉത്തരം ദ്വിതീയ മേഖല. ഓക്കെ, രണ്ടാമത്തെ മേഖല ദ്വിതീയ മേഖല. ദെൻ വിദ്യാഭ്യാസം, ഗതാഗതം, ബാങ്കിങ്, IT, അധ്യാപനം എന്നിവ ഏത് മേഖലയിൽ പെടുന്നു? വിദ്യാഭ്യാസം, ഗതാഗതം, ബാങ്കിങ്, IT, അധ്യാപനം എന്നിവ ഏത് മേഖലയിൽ പെടുന്നു? നോക്കുക, പ്രാഥമിക മേഖലയാണോ, ദ്വിതീയ മേഖലയാണോ, അല്ലെങ്കിൽ തൃതീയ മേഖലയാണോ, അതായത് സേവന മേഖലയാണോ എന്നാണ് ചോദ്യം. ഉത്തരം സേവന മേഖല, അതായത് തൃതീയ മേഖല. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, വനപരിപാലനം, മത്സ്യബന്ധനം, ഖനനം ഇവ ഏത് സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെടുന്നു? തീർച്ചയായും ഉത്തരം പ്രാഥമിക മേഖല. ഓക്കെ, ദ്വിതീയ മേഖലയിൽ പെടുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണം ഏത്? ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണമാണ് ചോദിക്കുന്നത്. ഉത്തരം ഇതൊക്കെയാണ്: വ്യവസായം, കെട്ടിട നിർമ്മാണം, വൈദ്യുതി ഉൽപാദനം. ഇതൊക്കെ ദ്വിതീയ മേഖലയിൽ പെടുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണമാണ്. ദെൻ ഇന്ത്യയിലെ സ്ഥിതിവിവര കണക്കുകളുടെ സംയോജനവും വിശകലനവും നടത്തുന്ന കേന്ദ്ര സ്ഥാപനം ഏത്? ഉത്തരം സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. ഓക്കെ, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. ഇതിനടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ തൊഴിൽ ലഭ്യത എക്കാലത്തും ഉള്ള മേഖല ഏത്? നമുക്കറിയാം, പ്രാഥമിക മേഖലയാണ്. ദെൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ വരുന്ന സംസ്ഥാനം ഏത്? ഉത്തരം ബീഹാർ. ഓക്കെ, ദെൻ എല്ലാ ജനങ്ങൾക്കും എല്ലാ കാലത്തും ആവശ്യമായത്ര പോഷകപ്രധാനമായ ഭക്ഷണം ലഭിക്കുന്നതിനുള്ള പ്രാപ്തി വരുത്തുന്ന അവസ്ഥ എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഭക്ഷ്യസുരക്ഷ. ഓക്കെ, ദെൻ ഗുണഭോക്താക്കൾ 1/3 സ്ത്രീകളായിരിക്കണം എന്ന് നിർദ്ദേശിക്കുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ഏത്? ഉത്തരം മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഓക്കെ, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ദെൻ 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് പ്രയോജനം ലഭിക്കുന്ന പദ്ധതി ഏത്? ഉത്തരം അന്നപൂർണ. നഗരപ്രദേശങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം ലഭിക്കുന്ന പദ്ധതി ഏത്? ഉത്തരം സ്വർണ ജയന്തി ഷഹാമി റോസ്ഗാർ യോജന. ഓക്കെ, സ്വർണ ജയന്തി ഷഹാമി റോസ്ഗാർ യോജന. ദെൻ ലോകത്തിലെ തന്നെ ഏറ്റവും ബൃഹത്തായതും 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പ്രയോജനം ലഭിക്കുന്നതുമായ പരിപാടി ഏത്? ഉത്തരം സ്കൂൾ ഉച്ചഭക്ഷണ പരിപാടി. ഓക്കെ, ബൃഹത്തായ പരിപാടിയാണ് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി. ദെൻ സംയോജിത ശിശു വികസന പരിപാടി നടപ്പിലാക്കുന്നത് ഏത് സ്ഥാപനങ്ങൾ വഴിയാണ്? ഉത്തരം അംഗൻവാടി. ഓക്കെ, അംഗൻവാടികൾ വഴിയാണ്. ദെൻ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കുന്ന ശക്തമായ സംവിധാനം ഏത്? ഓക്കെ, കേന്ദ്രവും ഒപ്പം സംസ്ഥാന സർക്കാരുകളും ഒരുമിച്ച് നടപ്പിലാക്കുന്ന ശക്തമായ സംവിധാനമാണ് ഉത്തരം പൊതുവിതരണ സംവിധാനം. ദെൻ സംസ്ഥാന ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിൽ ന്യായവിലയ്ക്ക് പച്ചക്കറി ലഭ്യമാക്കുന്ന സ്ഥാപനം ഏത്? ഉത്തരം ഹോർട്ടികോപ്പ്. ഓക്കെ, ഹോർട്ടികോപ്പ് ആണ്
സംസ്ഥാന ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ന്യായവിലയ്ക്ക് പച്ചക്കറി ലഭ്യമാക്കുന്ന സ്ഥാപനം. ഇത് നമ്മൾ ഈ ഒരു വീഡിയോയുടെ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. 17ാമത്തെ ചോദ്യം, ഭക്ഷ്യസുരക്ഷാ നിയമം പാർലമെന്റ് അംഗീകരിച്ച വർഷം. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭക്ഷ്യസുരക്ഷ. ഈ നിയമം പാർലമെന്റ് അംഗീകരിച്ച വർഷം 2013. ഓക്കെ, 2013 ഭക്ഷ്യസുരക്ഷാ നിയമം പാർലമെന്റ് അംഗീകരിച്ചത്. ഓക്കെ, ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു സാമ്പത്തിക സ്രോതസ്സുകൾ എന്നുള്ള യൂണിറ്റിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ കണ്ട് കൃത്യമായിട്ട് നിങ്ങളെ നോട്ടുകൾ തയ്യാറാക്കുക, കൃത്യമായി സമയം ചെലവഴിച്ച് നിങ്ങളെ USSന് പരിശീലിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും മറ്റുള്ള ആളുകളിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം.